വർഗീസ്, ഈ മിഷൻ 40 എന്ന് പറയുമ്പോൾ ഈ 40% വളർച്ച എന്നും പറയാം, 40 സീറ്റുകൾ കണ്ണുവെച്ചുള്ള BJP-യുടെ തുടക്കം എന്നും പറയാം. പക്ഷേ ഈ പറയുന്ന അത് ലോജിക്കിന് അനുസരിച്ചുള്ള കാര്യമാണോ? കേരളത്തിലെ 3 മുന്നണികളുടെ അവകാശവാദം വെച്ച് നോക്കിയാൽ കേരള നിയമസഭയിൽ 250 സീറ്റ് ഉണ്ടാകേണ്ടതാണ്. UDF-ൻ്റെ ക്ലെയിമായ 100, LDF-ൻ്റെ ക്ലെയിമായ 110, BJP-യുടെ ക്ലെയിമായ 40 എല്ലാം ചേരുമ്പോൾ 250 സീറ്റുകൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 140 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് BJP എന്ന 3-ാം കക്ഷി അല്ലെങ്കിൽ NDA എന്ന 3-ാം മുന്നണിയുടെ റെലവൻസ് ആൻഡ് വൈറ്റാലിറ്റി. അതൊരു നിയമസഭാ സെഗ്മെൻറ്റ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വൈബ്രൻ്റ് ആണ്, റെലവൻ്റ് ആണ്. ഈ പറയുന്ന 20%, 20 തികച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 19.87%. അതാണ് 2024 സർവകാല റെക്കോർഡാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് അഭിമാനകരമായ നേട്ടം തന്നെയാണ് തൃശ്ശൂർ കൈവരിച്ചത്. 75,00,000-ൽ പരം വോട്ടിനാണ് സുരേഷ് ഗോപി ജയിച്ചു വരുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കാര്യമായ സാധ്യത BJPക്ക് ഒറിജിനലി ഇല്ലാതിരുന്ന സ്ഥലമാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ 3 ലക്ഷത്തോളം വോട്ടുകൾ. ഇതെല്ലാം തന്നെ തിരുവനന്തപുരത്തെ കാര്യമായ 2-ാം സ്ഥാനം, അതായത് വലിയ ഒരു നേട്ടം തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ ആൻഡ് ശശി തരൂർ മത്സരത്തിൽ കേവലം 16,000 വോട്ടിനോ മറ്റുമാണ് ശശി തരൂർ വിജയിച്ചു വരുന്നത്. അവിടെ BJP സാന്നിധ്യം അറിയിക്കുക മാത്രമല്ല, ഒരു വയബിൾ ഒരു ഓപ്പോസിഷൻ സ്പേസ് ഇൻ കേരള എന്ന നിലയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം നടന്ന, ഒരു വർഷത്തിനുള്ളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലൊക്കെ വർദ്ധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിൽ സാമാന്യം തരക്കേടില്ലാത്ത പ്രകടനം നടത്തി ഭരണത്തിൽ വന്നു. പക്ഷേ 15% താഴേക്ക് പോയി. അത് സത്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കണ്ണ് തുറപ്പിക്കേണ്ട ഒരു അനുഭവമാണ്. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി നമുക്കറിയാം, BJPക്ക് അല്ല, സ്വാഭാവികമായി ഇടതുപക്ഷത്തിനും UDF-നും തന്നെയാണ് മേൽക്കൈ ഉണ്ടാകേണ്ടത്, ലോക്സഭയുടെ നറേറ്റീവ്സ് അല്ല. അപ്പോൾ നിയമസഭയിലേക്ക് ഇതുവരെയുള്ള മാൻഡേറ്റ്, അതിൻ്റെ നമ്പേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് 40 എന്ന പ്രൊജക്ഷനിലേക്ക് BJP എത്തുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അമിത്ഷായുടെ വരവ്. അദ്ദേഹത്തിൻ്റെ വലിയ ശുഭാപ്തി വിശ്വാസം നിറയുന്ന പ്രസ്താവനകളെല്ലാം തന്നെ BJPയുടെ അണികൾ സ്വീകരിച്ചത്. ഈ 40 ഇനിയും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പലതവണ വരും എന്ന് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുവാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിലാണ് ശ്രീ അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യൻ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വിഖ്യാതനായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്. ടേക്ക് എനി പാർട്ടി ഫോർ ദാറ്റ് മാറ്റർ. അത് BJPയിലെ നേതാവ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. അപ്പോൾ അമിത്ഷാ നേരിട്ട് കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിലും കേരളത്തിലും നേരിട്ട് ശ്രദ്ധ പതിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏജൻസ് മുഖേനയല്ല, കോൺഗ്രസ് കനകോലുവിലുവിൽ നമ്പർ എത്തിക്കാൻ നോക്കുന്നു എന്നതുപോലെയല്ല, അമിത്ഷായുടെ നേരിട്ടുള്ള ഒരു നോട്ടം, നിയന്ത്രണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും എണ്ണയിട്ട യന്ത്രം പോലെ BJPയുടെ സംഘടനാ സംവിധാനം ഉണരേണ്ടതാണ്. പക്ഷേ സംഘടനാ സംവിധാനത്തിൻ്റെ പ്രധാന ഖണ്ഡം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക് സംഘാണ്. എല്ലാ ബൂത്ത് തലത്തിൽ വരെ RSSന് കേരളത്തിൽ തീർച്ചയായും വടക്കേന്ത്യയിൽ ഉള്ളതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ട സംഘടനാ സംവിധാനം RSSന് ക്ലെയിം ചെയ്യാനാവുന്ന പല ജില്ലകളും കേരളത്തിലാണ്, തിരുവനന്തപുരം ഉൾപ്പെടെ. പക്ഷേ ആ സംവിധാനം കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 2 ഹോഴ്സ് റേസ് പരിചിതമായ കേരളത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥിക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്ന ഒരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും. നേരത്തെ ശ്രീ ജയസൂര്യൻ പറഞ്ഞത് 20% വരെ എന്ന് പറഞ്ഞാൽ അത് കടന്നാൽ പിന്നെ ഒരു കുതിച്ചുകയറ്റമാണ് പലയിടങ്ങളിലും കണ്ടിട്ടുള്ളതെന്ന്. അത് ഈ വിജയിക്കാൻ സാധ്യത എന്ന് വരുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യും എന്നുള്ളതാണല്ലോ, ആ ഒരു രീതിയാണല്ലോ. അതാണ് ത്രഷോൾഡ് എന്ന് പറയുന്നത്. ആ ത്രഷോൾഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 കടന്നിട്ടില്ല എന്ന് ഓർക്കണം. 20 കടന്നാൽ തന്നെ ഒരു വലിയ ബാലികേറാമലയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരു ഡെമോഗ്രാഫിക് കോമ്പസിഷൻ അല്ല കേരളത്തിൽ. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 48% ന്യൂനപക്ഷങ്ങളാണ്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ 18%, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ 26-27%. ഇത് വലിയ നമ്പറാണ്. അത്രയും വലിയ ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തെയെങ്കിലും, ക്രൈസ്തവ വിഭാഗത്തെ എങ്കിലും, ഒരു ചെറിയ സെഗ്മെൻറ്റിനെയെങ്കിലും കൂടെ നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ BJP പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ 40 സീറ്റുകൾ എന്നത് സ്വല്പം കടന്ന കൈയായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ റിയലിസ്റ്റിക്കലി BJP ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഡബിൾ ഡിജിറ്റിലേക്ക് എത്തുക എന്നതാണ്. ഒരു പക്ഷേ UDF-നോ LDF-നോ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു തൂക്ക് സമ്പ്രദായം, ഒരു തൂക്ക് സഭ നിലവിൽ വന്നാൽ
അവിടെ BJPയുടെ നമ്പേഴ്സ് നിർണായകമാകും എന്ന ഒരു മോഹവും ഒരുപക്ഷെ BJPക്ക് ഉണ്ടാകാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശരി. ഡോക്ടർ ജി ഗോപകുമാർ, പക്ഷേ കഴിഞ്ഞ തവണയും 35 സീറ്റാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ കറുത്ത കുതിരകളാകാം, ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നുള്ള അവകാശവാദം ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ചുകൂടി കടന്ന് 40ലേക്ക് വരെ എത്തുന്നു. 15 സീറ്റുകളെങ്കിലും നേടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസവും. പക്ഷേ ഇതൊക്കെ കടന്ന കണക്കുകളല്ലേ, ഇത്രയും അമിതമായ ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്നത് പോലെ? അതെ, കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കിയാലും മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ച പോലെ ജനസംഖ്യാ തരത്തിലുള്ള അനുപാതം നോക്കിയാലും വലിയൊരു ബാലികേറ മലയാണ് BJPയുടെ മുമ്പിലുള്ളത്. അതിൻ്റെ പ്രധാന കാരണം ഒന്ന്, ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഹിന്ദുക്കളൊരു ഭൂരിപക്ഷ സംസ്ഥാനമാണ് കേരളം എന്ന് പറയാൻ പറ്റില്ല. ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് കുതിച്ചു കയറാൻ കഴിഞ്ഞത് ആ ഒരു ജനസംഖ്യ അനുകൂല ഘടകമുള്ളതും മറ്റ് രാഷ്ട്രീയ ഘടകങ്ങൾ അനുകൂലമായി വന്നതുകൊണ്ടും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായി BJPക്ക് മാറാൻ കഴിഞ്ഞതുമാണ്. കേരളത്തിൽ BJP വളരുന്നുണ്ട്, അതിന് യാതൊരു തർക്കവുമില്ല. 2% നിന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷം 20% അടുത്തുവരെ എത്തി. ജനസംഖ്യ വോട്ടിംഗ് ശതമാനം ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ 32 ലക്ഷത്തിനപ്പുറം കടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തലമുറയുടെ ഇടയിൽ BJPക്ക് ജനകീയത ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പരമ്പരാഗതമായ മുന്നണി രാഷ്ട്രീയത്തിനകത്തുള്ള ദ്വികക്ഷി സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നൊക്കെ കേരള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ BJP ഒരു തവണ മാത്രമേ ഒരു MLA അസംബ്ലിയിൽ എത്തിച്ചുള്ളെങ്കിലും ഇത്തവണ തീർച്ചയായിട്ടും BJPക്ക് അസംബ്ലിയിലേക്ക് 4-5 പേരെ എത്തിക്കാനുള്ള ഒരു ശക്തി ആയിക്കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഈ എണ്ണത്തിന്റെ കാര്യത്തിൽ നമുക്ക് അതിൽ കൂടുതൽ പ്രവചിക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലമെന്ന് പറയാൻ കാരണം, സ്ഥിരമായി 2 മുന്നണികളെ കാലാകാലങ്ങളിലായി നമ്മുടെ ഒരു ക്ലോക്കിലെ പെൻഡുലം പോലെ ഇടതും വലതും ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ച ഒരു ചരിത്ര പശ്ചാത്തലവും, ഈ 2 മുന്നണികൾ അതിലേതെങ്കിലും ഒന്ന് താഴോട്ട് പോയാൽ മാത്രമല്ലേ BJPക്ക് ഒരു സ്പേസ് അവിടെ കിട്ടത്തുള്ളൂ. അത് ഇത്തവണ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനായിരിക്കും തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് ഇനിയും വരുന്നതേ ഉള്ളൂ. പക്ഷേ എന്തായാലും 3 മുന്നണിക്കും ഒരുപോലെ നിൽക്കാനുള്ള സ്പേസ് ഇല്ല. 140 സീറ്റുള്ളൊരു അസംബ്ലിയിൽ ഒരുപോലെ നിൽക്കാനുള്ളൊരു സ്പേസ് ഇല്ല. പക്ഷേ ഒരു വിലയേറിയ ഒരു ഘടകമായി മാറാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കുള്ള പ്രസക്തി കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞപ്പോൾ 11ാം വർഷമായി കഴിഞ്ഞു. 3ാമത്തെ ഭരണം വരുന്നു. 18 സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് ദേശീയ തലത്തിൽ BJPക്കുള്ള അക്സെപ്റ്റബിലിറ്റി, ആ സ്വീകാര്യത കേരളത്തിൽ ജനങ്ങൾ പരമ്പരാഗതമായി BJPയോട് കാണിച്ചിരുന്ന അകൽച്ച മാറ്റി കുറേശ്ശെ സ്വീകരിക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് അസംബ്ലി തിരഞ്ഞെടുപ്പ് 2016, 21